ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണക്റ്റഡ് സെന്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുള്ളത് പാസ്റ്റിലായിരുന്നു. എന്നാൽ പ്രസന്റ് ഫ്യൂച്ചറിലെ ഒക്കെ നമ്മൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് സെന്റൻസുകൾ പറയാറുണ്ട് അല്ലെ. അതായത് റിലേറ്റഡ് ആയിട്ട് സെന്റൻസുകൾ പറയാറുണ്ട്, അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർക്കായിട്ട് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാവേ. മസ്റ്റ് ആയിട്ടും കാണാൻ നമുക്ക് ഡെയിലി ലൈഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രസന്റ് ഫ്യൂച്ചർ ആയിട്ടുള്ള സെന്റൻസുകളാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോന്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസും തരുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുകയാണ്. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുകയാണ് അല്ലെ. ഇപ്പൊ ചെയ്യുന്നൊരു കാര്യമാണ്. എങ്ങനെ പറയാ? ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുകയാണ് എന്നാണ്. ഐ ഹാവ് ജസ്റ്റ് വോക്കൺ അപ്പ്. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റു ആൻഡ് ഐ ആം മേക്കിംഗ് ടീ. ഐ ഹാവ് ജസ്റ്റ് വോക്കൺ അപ്പ് ആൻഡ് ഐ ആം മേക്കിംഗ് ടീ. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ എന്തൊക്കെയാ പഠിച്ചേ? പിന്നീട്, എന്നിട്ട്, അതിനുശേഷം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വേർഡ്സുകളും ഇന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ലോ. ഇനി എന്താണ്? ഇനി എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക നൗ ആണ് കേട്ടോ. നൗ ഐ ഹാവ് ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ. ഉണ്ടാക്കണം എന്നാണ്, ഉണ്ടാക്കാനുണ്ട് എന്നാണ്. അപ്പം നൗ ഐ ഹാവ് ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അതിനുശേഷം മുറ്റമടിക്കണം. ഇത് നമ്മളെ ഡ്യൂട്ടിയാണ് അല്ലെ. അതിനുശേഷം മുറ്റമടിക്കണം. അതിനുശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചല്ലോ ആഫ്റ്റർ ദാറ്റ് അല്ലെ. ആഫ്റ്റർ ദാറ്റ് മുറ്റമടിക്കണം എന്നാണ്. മുറ്റമടിക്കാനുണ്ട് അല്ലെ, അത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ടു അടിക്കുക, സ്വീപ്. ഐ ഹാവ് ടു സ്വീപ് ദ യാർഡ്. യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റാണ്. അടിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുക? സ്വീപ്പ് ആണ്. സോ ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ടു സ്വീപ് ദ യാർഡ്. ഓക്കെ, നെക്സ്റ്റ് എന്നിട്ട് എല്ലാവർക്കും ചായ കുടിക്കണം അല്ലെ. എന്നിട്ട് എല്ലാവർക്കും ചായ കുടിക്കണം. എന്നിട്ട് എല്ലാവർക്കും ചായ കുടിക്കണം എന്ന് പറയുമ്പോൾ എന്നിട്ട് എല്ലാവർക്കും ചായ കുടിക്കാനുണ്ട് എന്നുള്ള ഒരു മീനിങ് ആണല്ലോ. എന്നിട്ട് ദെൻ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ എവ്രി വൺ, എല്ലാവർക്കും. ഇവിടെ എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞ് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്ലൂരലാണോ എന്നൊരു സംശയം എല്ലാവർക്കും വരും. പക്ഷേ നമ്മൾ എവ്രി വൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ടാണ് ഹാസ് ടു നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. അവിടെ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു നിയമമാണ്. ദെൻ എവ്രി വൺ ഹാസ് ടു ഡ്രിങ്ക് ടീ. അപ്പോൾ എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. സോ നമ്മളുടെ ഹാസ് ടു യൂസ് ചെയ്തു. ദെൻ എവ്രി വൺ ഹാസ് ടു ഡ്രിങ്ക് ടീ. ഓക്കെ, പിന്നീട് കുട്ടികളെ സ്കൂളിലേക്ക് വിടണം അല്ലേ. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണല്ലോ. പിന്നീട് കുട്ടികളെ സ്കൂളിലേക്ക് വിടണം. ഇത് കഴിഞ്ഞ കാര്യമൊന്നുമല്ല പറയുന്നത് അല്ലെ, നമ്മൾ ഡെയിലി റൂട്ടീനാണ് പറയുന്നത്. ഇവിടെ പിന്നീട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് എന്നിട്ട് എന്നുള്ള മീനിങ് കൊണ്ടിട്ട് നമുക്ക് ദെന്നും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ദെന്നാണ് ലേറ്ററിനേക്കാളും. അപ്പോൾ എന്നിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടണം എന്നുള്ള ഒരു മീനിങ് ആണല്ലോ. സോ നമുക്കവിടെ ദെൻ യൂസ് ചെയ്ത് പറയാം. വിടണം, അത് നമ്മുടെ ഒരു കടമയാണല്ലോ. അപ്പം ദെൻ ഐ ഹാവ് ടു സെൻഡ് ദ ചിൽഡ്രൻ ടു സ്കൂൾ. ദെൻ ഐ ഹാവ് ടു സെൻഡ് ദ ചിൽഡ്രൻ ടു സ്കൂൾ അല്ലെ. കുട്ടികളെ സ്കൂളിലേക്ക് വിടണം. എന്നിട്ട് അല്ലെങ്കിൽ പിന്നീട് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഇവിടെ ഏറ്റവും സ്യൂട്ട് ആയത് ദെൻ ആണ്. സോ നമുക്കതും യൂസ് ചെയ്യാം. ഓക്കെ, അവർ പോയതിനു ശേഷം ബാക്കിയുള്ള ജോലികൾ ചെയ്യണം. അവർ പോയതിന് ശേഷം ബാക്കിയുള്ള ജോലികൾ ചെയ്യണം. എങ്ങനെ പറയാം? ആഫ്റ്റർ ദ ലീവ്. അവർ പോയതിന് ശേഷം ഐ ഹാവ് ടു ഡു ദ റിമൈനിങ് വർക്ക്. റിമൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്നാണ് കേട്ടോ. നമ്മൾ ഒരുപാട് മുമ്പേ പഠിച്ചിട്ടുണ്ട്. റിമൈനിങ്, റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നോരോ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓൾറെഡി പഠിച്ചതാണ്, ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ സെർച്ച് ചെയ്ത് എല്ലാം ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പൊ ആഫ്റ്റർ ദ ലീവ്, അവർ പോയതിന് ശേഷം ഐ ഹാവ് ടു ഡു ദ റിമൈനിങ് വർക്ക്. ഓക്കെ, എന്റെ സുഹൃത്ത് പച്ചക്കറി വാങ്ങുന്നത് ഞാൻ നോക്കി നിൽക്കുകയാണ് അല്ലെ. നോക്കി നിൽക്കുകയാണ്, ഇപ്പം നടക്കുന്ന ഒരു പ്രവൃത്തിയാണല്ലോ. അപ്പം എന്റെ സുഹൃത്ത് പച്ചക്കറി വാങ്ങുന്നത് ഞാൻ നോക്കി നിൽക്കുകയാണ്.
എങ്ങനെ പറയാ, അല്ലെ എന്റെ സുഹൃത്ത് പഠിക്കുന്നത് ഞാൻ നോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ചായ കുടിക്കുന്നത് ഞാൻ നോക്കി നിൽക്കുകയാണ്, പലതും നമുക്ക് പറയാം. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ പറയൂ? അതായത് ഇവിടെ നേരിട്ട് നമ്മൾ ഇപ്പം നിരീക്ഷിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുക എന്നുള്ളതിന് വാച്ച് ആണ് ഇവിടെ ഏറ്റവും യൂസ് ആയത്. ഐ എം വാച്ചിങ് മൈ ഫ്രണ്ട് ബൈ വെജിറ്റബിൾസ്. ഐ എം വാച്ചിങ് മൈ ഫ്രണ്ട് ബൈ വെജിറ്റബിൾസ്. എന്റെ സുഹൃത്ത് വെജിറ്റബിൾസ് വാങ്ങുന്നത് ഞാൻ നോക്കി നിൽക്കുകയാണ്. നെക്സ്റ്റ്, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും. എങ്ങനെ പറയാം? ഞങ്ങൾ പോകും എന്നാണ് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. Then we will go together. Then we will go together. അല്ലെ? എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും. എന്നിട്ട് then യൂസ് ചെയ്തു. പക്ഷേ അവൾ കുറേ സമയമായി ഷോപ്പിൽ നിൽക്കുന്നു. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. പക്ഷേ അവൾ കുറേ സമയമായി ഷോപ്പിൽ നിൽക്കുന്നു. ഇപ്പോഴും നിൽക്കുക എന്നുള്ള പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അവളാണ് സബ്ജക്റ്റ്. ബട്ട്, അല്ലേ? ബട്ട് വെച്ച് തുടങ്ങാം. ബട്ട് ഷി ഹാസ് ബീൻ സ്റ്റാൻഡിങ് ഇൻ ദ ഷോപ്പ്. ബട്ട് ഷി ഹാസ് ബീൻ, അല്ലേ? ആ ഒരു പ്രവൃത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഷി ഹാസ് ബീൻ സ്റ്റാൻഡിങ് ഇൻ ദ ഷോപ്പ് ഫോർ എ ലോങ് ടൈം. ഫോർ എ ലോങ് ടൈം, അല്ലെ? കുറേ സമയമായി എന്നുള്ളതിനാണ് ലോങ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാം? ബട്ട് ഷി ഹാസ് ബീൻ സ്റ്റാൻഡിങ് ഇൻ ദ ഷോപ്പ് ഫോർ എ ലോങ് ടൈം. ഓക്കെ, ഇതുവരെ പച്ചക്കറി വാങ്ങിയിട്ടില്ല. നെക്സ്റ്റ് വേർഡാണ് ഇതുവരെ. ആഫ്റ്റർ ദാറ്റ്, then, ലേറ്റർ, അതുപോലെ നൗ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അല്ലെ? ഇപ്പൊ ബട്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സെന്റൻസിനെ കൂട്ടി യോജിപ്പിക്കുന്നത് കേട്ടോ. ഇത് ഒറ്റ സെന്റൻസ് ആണ്. ഇതിനൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വലിയൊരു സെന്റൻസ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടിട്ടാ. ഓക്കെ, അപ്പം അവളാണല്ലോ വാങ്ങുന്നത്. ഷി ഹാസൻറ്റ് ബോട്ട് ദ വെജിറ്റബിൾസ് എറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇതുവരെ. നമ്മളെ ഹാസാവിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ്സ് ആണ് എറ്റ് എന്ന് പറയുന്നത്, ഇതുവരെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഷി ഹാസൻറ്റ് ബോട്ട് ദ വെജിറ്റബിൾസ് എറ്റ്. ഓക്കെ, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവൾ വന്നു. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവൾ വന്നു. ആഫ്റ്റർ ഹാഫ് ആൻ അവർ ഷി കെയിം. ഓക്കെ, ഇനി ഒരു പുതിയ പേരാണ്. ഇപ്പോഴും ഞങ്ങൾ പോയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ പോയിട്ടില്ല. ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നൗ ആണ്. ഇതുവരെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എറ്റ് ആണ്. അതുപോലെ ഇനി എന്ന് പറയുമ്പോൾ നമ്മൾ നൗ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോഴും. സ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്നാണ്. വി സ്റ്റിൽ ഹാവിൻറ്റ് ഗോൺ. വി സ്റ്റിൽ ഹാവിൻറ്റ് ഗോൺ. ഇപ്പോഴും ഞങ്ങൾ പോയിട്ടില്ല. ഓക്കെ, ഇനി ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് വാങ്ങട്ടെ. ഇനി എന്താ പറയാ? നൗ കുറച്ച് ഡ്രസ്സ് വാങ്ങട്ടെ. Now we will buy some dress. Now we will buy some dresses. അല്ലെ? കുറച്ച് ഡ്രസ്സുകൾ. ഇത് വാങ്ങാൻ നോക്കിയപ്പോൾ ഇവിടെ കടയില്ല. ഡ്രസ്സ് വാങ്ങാൻ നോക്കിയപ്പോൾ ഇവിടെ കടയില്ല. എങ്ങനെ പറയാം? അതായത് ഡ്രസ്സിന് വേണ്ടി നോക്കിയപ്പോൾ. When we looked for a dress shop. ഡ്രസ്സ് വാങ്ങാൻ ഡ്രസ് ഷോപ്പ് നോക്കിയപ്പോൾ there was no shop here. There was no shop here. ഇവിടെ ഷോപ്പില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. കുറച്ചുകൂടി ദൂരം പോകണം എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആ ഷോപ്പിൽ നല്ല തിരക്കാണ്. നമ്മളിപ്പം കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഷോപ്പിൽ നല്ല തിരക്കാണ്. എങ്ങനെ അറിയാം? അവിടെ ആ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ദാറ്റ് ഷോപ്പ് ഈസ് വെരി ക്രൗഡഡ്. ദാറ്റ് ഷോപ്പ് ഈസ് വെരി ക്രൗഡഡ്. ഈ ഒരു സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ആ ബസ്സിൽ നല്ല തിരക്കാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എങ്ങനെ പറയും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിൾ ആണ്. ആ ഷോപ്പ് എന്നുള്ളടുത്ത് ആ ബസ് എന്നാക്കുക. അതിനുശേഷം ബാക്കി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ തന്നത്. ഓക്കെ, ആ ഷോപ്പിനടുത്ത് വേറെ ഷോപ്പ് ഉണ്ടോ? ഇങ്ങനെ ചോദിക്കുക. ആ ഷോപ്പിനടുത്ത് വേറെ ഷോപ്പ് ഉണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ ആണല്ലോ. ഈസ് ദർ അനദർ ഷോപ്പ് നിയർ ദാറ്റ് ഷോപ്പ്? ഈസ് ദർ അനദർ ഷോപ്പ് നിയർ ദാറ്റ് ഷോപ്പ്? ഓക്കെ, ആ 2 ഷോപ്പും ഒരുമിച്ചാണ്. ആ 2 ഷോപ്പും ഒരുമിച്ചാണ്. ദോസ്, 2 ഷോപ്പ് എന്ന് പറയുമ്പോൾ ദോസ് 2 shops are together. Those 2 shops are together. Okay. എന്നാൽ നമുക്ക് ടൗണിൽ നിന്ന് വാങ്ങാം. എങ്ങനെ പറയാ? എന്നാൽ. എന്നാൽ എന്ന് പറയുമ്പോൾ ഏത് വാക്കാന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, നമുക്കറിയാം then തന്നെയാണ്. അതായത് എന്നാൽ, എന്നിട്ട്, അതുപോലെ പിന്നീട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ then യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സംസാരത്തിൽ നമ്മളിപ്പോ മലയാളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ then എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സെന്റൻസ് നമുക്ക് മലയാളത്തിൽ പറയുന്ന സമയത്തും then യൂസ് ചെയ്ത് പറയാം. അപ്പം then we can buy from the town. Then we can buy from the town.
എന്നാൽ നമുക്ക് ടൗണിൽ നിന്ന് വാങ്ങാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് പോയി. അങ്ങനെ നമ്മൾ പറയണല്ലോ, അങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന ഒരു വേർഡ് തന്നെ സോ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ, അതുകൊണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സോ യൂസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് പോയി. സോ വി വെന്റ് ടു ദ ടൗൺ അല്ലേ. ഇപ്പൊ അങ്ങനെ എന്ന് പറയുന്ന ആ വേർഡാണ് നമുക്ക് കിട്ടാത്തത്. പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് വെന്റ് ടു ദ ടൗൺ, ടൗണിലേക്ക് പോയി, വി വെന്റ് ടു ദ ടൗൺ അല്ലേ. അപ്പോൾ സമയം 5 മണി ആയിരുന്നു. അപ്പോൾ, എങ്ങനെയാ അപ്പോൾ എന്ന് പറയാം? അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്, അല്ലെങ്കിൽ അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് സമയം മെൻഷൻ ചെയ്യാണ്. സോ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് 5 o'clock. ആ സമയത്ത് സമയം 5 മണിയായിരുന്നു, അല്ലെങ്കിൽ അപ്പോൾ സമയം 5 മണിയായിരുന്നു. അപ്പൊ ഇന്ന് പഠിച്ച പുതിയ വേർഡുകൾ ഏതൊക്കെയാണ്? അറ്റ് ദാറ്റ് ടൈം, സോ, അതായത് അതിന്റെ മീനിങ് ആണ് പഠിക്കുന്നത് കേട്ടോ. അറ്റ് ദാറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ, അല്ലെങ്കിൽ ആ സമയത്ത്, സോ അങ്ങനെ. അതുപോലെ തന്നെ നൗ, ഇനി, അല്ലെങ്കിൽ ഇപ്പോൾ എന്നും പറയാറുണ്ട്. അതുപോലെ ഇതുവരെ, യെറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ ഇന്ന് പഠിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ മൊത്തത്തിലായി 4 ക്വസ്റ്റ്യൻസ് ഇട്ടായി അല്ലെ. കംപ്ലീറ്റ് എഴുതി ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 4 ക്വസ്റ്റ്യൻസും തന്നു. ഒരുപാട് പ്രസന്റിൽ പറയാൻ പറ്റുന്ന സെന്റൻസുകളും കണക്റ്റഡ് ആയിട്ടുള്ള സെന്റൻസുകളും നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഒരുപാട് വേർഡ്സുകൾ, കണക്റ്റഡ് വേർഡ്സുകൾ നമ്മൾ പഠിച്ചു അല്ലെ. കഴിഞ്ഞ ദിവസവും ഈ ദിവസവുമായിട്ട് പുതിയ പുതിയ വേർഡ്സുകൾ പഠിച്ചു. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഞാൻ തന്ന സെന്റൻസ് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.